ഹലോ ഗൈസ്, ഒരു പ്ലാൻ ഇല്ലാതെ പെട്ടെന്നുള്ള ഡിസിഷൻ ഞങ്ങൾ എത്തിച്ചത് നേരെ ഗുരുവായൂർ അമ്പലം നടയിലേക്കാണ്. തലേന്ന് സീവേലി കാണാനുള്ള തിരക്കാണ്ട് ഞങ്ങൾക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാനുള്ള നേരം കിട്ടിയില്ല. തീരുമാനം എടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വഴുകി. അങ്ങനെ ശ്രീവേലിക്കുള്ള ഓട്ടത്തിൽ നമ്മൾ കുറച്ച് വീഡിയോ ഒന്നും കവർ ചെയ്തിട്ടില്ല. എന്തായാലും സീവേലി കണ്ടു, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ റൂം എടുത്തു. റൂമിൽ നിന്ന് വിശന്നുകൊണ്ടിരിക്കുന്ന ദേവുവിനെ ഞങ്ങൾ കുറച്ച് നേരത്തെ കണ്ടത്. ഇപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡ് കഴിച്ചു. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചാലേ കുറച്ച് സമാധാനമുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഇനി നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. രാവിലെ 5 മണിക്ക് അമ്പലത്തേക്ക് പോലെ പ്ലാൻ തന്നെ ഞങ്ങൾ. അപ്പോൾ ഞാൻ ദേവിൻ്റെ അടുത്ത് പറഞ്ഞു, സാരി എടുക്കാൻ 1 മണിക്കൂർ ആവുമല്ലോ, അത് കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചാൽ മതി, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട്. അതിൽ വന്ന് വിളിക്കുകയാണ് അവൾ. ഞാൻ വിചാരിച്ചു സാരി എടുത്ത് കഴിഞ്ഞു. പക്ഷെ ആൾ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ സാരി എടുക്കാൻ അവർക്ക് ഒരാളൊപ്പം എപ്പോഴും വേണം. സംഭവം ഞാൻ അവളെ സാരി എടുക്കാനുള്ള ഭംഗിയിൽ കാണുകയാണെങ്കിലും ഇതിൻ്റെ വേക്കിൽ ഇത്രയും പിന്നെ വിട്ടാണ്ടെന്നും ഇത്രയും ഞൊരു എടുക്കാണ്ടെന്നും ഇതിൻ്റെ വേക്കിൽ ഇത്രയും പണി ഉണ്ടെന്നും അതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സാരി എടുക്കൽ ഒരു വിധം കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്നു. എൻ്റെ കുളിയും കഴിഞ്ഞ് മുണ്ടും ഷർട്ടിട്ട് ഞാൻ റെഡി. നമുക്ക് പിന്നെ ഒരുങ്ങാനൊന്നും അത്ര വലിയ ടൈം വേണ്ടല്ലോ. എന്നാൽ അവൾ ഒരുക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അവൾ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. 5 മണിക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ 5:30 റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആ ദേഷ്യം ഞാൻ ചെറിയ രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും അവൾ പുറത്തേക്ക് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ മേക്കപ്പ് ഏകദേശം തീർന്നു. 5:45 ആയപ്പോൾ തന്നെ ഞങ്ങൾ എന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു. റൂം ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ലോക്ക് ആവുന്നില്ല. റൂം ലോക്കാക്കി റൂമിൽ നിന്ന് ഇറങ്ങി. ചെരുപ്പ് ഉണ്ട്. ഞങ്ങൾ ചെരുപ്പ് സാരിക്ക് പറ്റിയ ചെരുപ്പല്ല. അപ്പോൾ എന്താ പറയുക, ആൾ ചെരുപ്പ് കാറിലിട്ട് മാറുന്നുണ്ട്. പിന്നെ താഴെ പോയി കാറിൽ നിന്ന് ചെരുപ്പ് എടുത്ത് അപ്പത്തിന് ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിരുന്നു. ഒരു 6 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങൾ വെസ്റ്റ് നടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നടന്നാൽ ഗുരുവായൂരമ്പലം നടയിലെത്തും. ഇത് രാവിലത്തെ അവിടുത്തെ സീനറിയാണ്. എന്തൊക്കെയായാലും അവിടുത്തെ ആ പാട്ടും ഈ നേരത്തിൽ അങ്ങോട്ടൊരു പോക്കും അതൊക്കെ ഒരു രസം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങൾക്ക്. ഒന്ന് പുറത്തുനിന്ന് അവൾ തൊഴുതു. പിന്നെ ഞങ്ങൾ പോയിട്ട് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലത്ത് പോയി ചെരുപ്പ് ഡെപ്പോസിറ്റ് ചെയ്ത് അപ്പോഴാണ് ഞാനൊരാളെ കണ്ടത്. ഇതെന്നല്ല ശ്രീവേലിയിൽ 3 ആനകൾ വന്നു. അതിലത്തെ ഒരു ആനയാണ്. ദേവ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പാൽപ്പായസത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തൊഴുതിറങ്ങുമ്പോഴത്തേനും ഒടുക്കത്തെ തിരക്കാവും ദേവ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, രാവിലെ തന്നെ അതിൻ്റെ റെസീറ്റ് എടുക്കാം. വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഒടുക്കത്തെ തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ വൈകിട്ടിട്ടുണ്ട്. ഉള്ളിലോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫോണൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വന്നത്. ഇത് രാവിലെ നമ്മൾ പായസത്തിൻ്റെ റെസീറ്റാക്കി പായസം വാങ്ങി. അപ്പത്തിന് ഏകദേശം 1 മണി ആയിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മളെ ഫോട്ടോ പോസാണ്. ഞാൻ ഗ്യാപ്പിനുള്ള വീഡിയോട്ട് പറ്റിക്കാണ്. കുറച്ച് കൂടുതൽ നേരം വരിയുണ്ടെങ്കിലും ഉള്ളിൽ കയറി ഗുരുവായൂരപ്പൻ അടിപൊളിയായിട്ട് തൊഴുകാനുണ്ടാകും പറ്റി. അതിനുശേഷം ഞങ്ങൾ അമ്പലക്കുളത്ത് പോയി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ഗുരുവായൂർ പോക്കാണ് കിട്ടാം. ഞങ്ങൾക്കിടയിൽ പിന്നെ പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പിൽ ഞങ്ങൾ അടി ഉണ്ടാക്കാത്ത ദിവസമല്ല. ഒരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്നുള്ള ട്രിപ്പുകൾ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ട്രിപ്പായിരിക്കും. അതേപോലെ തന്നെ ഈ ട്രിപ്പ് നല്ല അടിപൊളിയായി ഞങ്ങൾ എൻജോയ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. താങ്ക് യു.